വ്യത്യസ്ത പ്രമേയവുമായി സിന്ധു പാർവതിയുടെ വിശുദ്ധ മുറിവുകൾ എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന മാനസികാവസ്ഥ പ്രമേയമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ബൈപ്പോളാർ രോഗിയായ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ താളപ്പിഴകളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതും സിന്ധു പാർവതി തന്നെയാണ്. മാനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്ന ഗുരുതരമായ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതാനുഭവമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്നവരെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല. സന്തോഷവും വിഷാദവും ഉന്മാദവും മാറി മാറി വരുന്ന ഇവർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. സംവിധാനത്തിന് പുറമെ ബൈപ്പോളർ രോഗിയായ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ താളപ്പിഴകളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതും സിന്ധു പാർവതി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു 85% ആളുകൾ ഇത് സഫർ ചെയ്യുന്നുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അതിൽ അവർ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലിറ്ററേച്ചർ എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ വെർജീനിയ വുൾഫിനെ പോലെയൊക്കെയുള്ള ആളുകൾ, വിൻസെൻ്റ് വാൻ ഗോഗ്, അവരൊക്കെ ഇത് സഫർ ചെയ്തിരുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയുടെ പ്രത്യേകതകളാണ് എൻ്റെ സിനിമ. നിർമ്മാണവും തിരക്കഥയും ഗാനരചനയും സിന്ധു പാർവതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ത്രീപക്ഷ സിനിമ കൂടിയാണ് വിശുദ്ധ മുറിവുകൾ. മായ വിനോദിനി എന്ന കഥാപാത്രമാണ് സിന്ധു അവതരിപ്പിക്കുന്നത്. മായയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും അവളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആദിത്യൻ എന്ന കഥാപാത്രത്തെ വിനോദ് കോവൂർ അവതരിപ്പിക്കുന്നു. അമീബ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം അവതരിപ്പിച്ച ഷൈജു ഹംസയും ചിത്രത്തിൽ വില്ലനായി എത്തുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഷൈജു തന്നെ കഥാപാത്രമാണ് ചെയ്തത്. അതായത് എന്താ പറയുക, സമൂഹത്തിൽ അലമ്പായിട്ട് മദ്യപിച്ച് നടക്കുന്ന ചില എന്താ പറയുക, ഇപ്പോഴത്തെ ഇതിൽ ഫ്രീക്ക് എന്നൊക്കെ പറയുക, അതുപോലത്തെ ഒരു കഥാപാത്രം. ക്യൂറബിൾ അല്ല ഈ ഡിസീസ്. ആക്ച്വലി ഡോക്ടേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം ഇറ്റ് കനോട്ട് ബി ക്യൂർഡ്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റേജ്, അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു വൈബിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ കഴിയും. മാനസിക രോഗിയായി മുദ്രകുത്താതെ സമൂഹത്തിൽ ഇത്തരം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ എങ്ങനെ സാധിക്കുമെന്നതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ മുറിവുകൾ. മോസ്നാസു, മീഡിയ 1, കൊച്ചി.